സ്റ്റാർട്ടിംഗ് സ്റ്റേജിലെ ടെക്നീഷ്യന്മാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മറ്റൊന്നാണ് സി ടൈപ്പ് ചാർജിങ് കണക്ടർ റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. സോ നമുക്കത് അങ്ങനെ സിമ്പിൾ ആയിട്ട് റിമൂവ് ചെയ്യാൻ നോക്കിയാലോ. ഇന്ന് നമുക്ക് സർവീസ് കിട്ടിയിട്ടുള്ളത് മോട്ടോയുടെ E30 എന്ന് പറഞ്ഞ മോഡലാണ്. നമുക്ക് ഇതിന്റെ CC കംപ്ലൈന്റ് ആയിട്ട് വന്നാലും നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. നമ്മൾ എടുത്തിട്ടുള്ളത് മോട്ടോറോളയുടെ ഒരു CC ബോർഡാണ്. സോ ഈ ബോർഡ് ഇതുവരെ വർക്ക് എടുക്കാത്തൊരു ബോർഡാണ്. അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് CCയുടെ ബാക്കിൽ ഇതിൽ ഗമ്മ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഗമ്മ് റിമൂവ് ചെയ്യാൻ ചെയ്യേണ്ടത് നമ്മൾ ആ ഗമ്മിലോട്ടൊന്ന് ഹീറ്റ് അടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് നമ്മളെ ടൂസർ കൊണ്ടൊന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ ഗമ്മ് സുഖമായിട്ട് കയ്യിൽ പോരും. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ഫ്ലെക്സ് എടുത്തിട്ട് ഈ CCയുടെ 4 വശത്തായിട്ട് കുറച്ച് ഫ്ലെക്സ് ആക്കിയിട്ട് നമ്മളെ കയ്യിലുള്ള PPD അല്ലെങ്കിൽ നമ്മൾ സാധാ ലെഡ് ഉപയോഗിച്ചിട്ട് എല്ലാ 4 ഭാഗത്തും ലെഡ് ആയി കൊടുക്കുക. നമ്മൾ V8 CC മാറ്റുന്ന ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിരുന്നു. സോ ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇതിൽ ഉപയോഗിക്കാനുള്ളത്. അപ്പോൾ C ടൈപ്പ് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൈക്രോസ്കോപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാനും ഇതിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് C ടൈപ്പ് CC മാറ്റിയെടുക്കാൻ കഴിയും. സോ നമ്മൾ ഈ ഒരു CC നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിക്ക് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ വൃത്തിക്ക് ക്ലീൻ ചെയ്തെടുക്കുക. ശേഷം ഒരു ബഡ്സിൽ കുറച്ച് ടിന്നർ ആക്കിയതിനു ശേഷം നമ്മൾ ബോഡിന്റെ 4 ഭാഗം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏത് വർക്കും നല്ല ക്ലീൻ ചെയ്തിട്ട് വൃത്തിക്ക് തന്നെ ചെയ്യാം. നമുക്ക് അത്രയും നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ശേഷം നമ്മൾ കുറച്ചും കൂടി ഫ്ലെക്സ് ആക്കിയതിനു ശേഷം നമ്മളെ ബോഡിലുള്ള എല്ലാ പിന്നിലോട്ടും ലെഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന CCന്റെ പിന്നിലും ലെഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലെഡ് നിൽക്കുന്നില്ലെങ്കിൽ PPD യൂസ് ചെയ്യാതെ പോകുമ്പോൾ പെട്ടെന്ന് നിൽക്കും. സോ അതിന് ശേഷം നമ്മൾ ബോഡിലോട്ട് CC വെച്ചതിന് ശേഷം കുറച്ച് ഫ്ലെക്സ് ആക്കിയതിന് ശേഷം CC വെച്ച് കൊടുക്കുക. നമ്മൾ ഈ ഒരു CC കറക്റ്റ് ഈ ഒരു ബോർഡിന്റെ അല്ല, നമുക്ക് വേറെ CC ഒരു മോട്ടോറോള ആയതുകൊണ്ട് തന്നെ CC അവൈലബിൾ അല്ലാത്തതുകൊണ്ട് വേറൊരു മോഡലിന്റെ CC എടുത്തിട്ടാണ് നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്യുന്നത്. സോ നമ്മൾ ഫ്ലെക്സ് ആക്കിയതിന് ശേഷം കുറച്ച് ചെറുതായിട്ട് ഹീറ്റ് കൊടുത്തതിന് ശേഷം CC വെക്കുക. ഞാൻ ഇവിടെ ബ്ലോവർ ഉപയോഗിച്ചിട്ടാണ് ഹീറ്റ് ചെയ്യുന്നത്. C ടൈപ്പ് CCകളൊക്കെ പെട്ടെന്ന് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു മെത്തേഡാണ്. അതായത് നമ്മൾ ബ്ലോവർ ഉപയോഗിച്ച് ഹീറ്റ് അടിച്ചിട്ട് ഫിക്സ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. മൈക്രോസ്കോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അയൺ വെച്ചിട്ട് ഷോൾഡർ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇനിയിപ്പോൾ ബ്ലോവർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫിക്സ് ചെയ്താലും കറക്റ്റായിട്ട് നിൽക്കാത്ത പിന്നുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അയൺ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ബാക്കിൽ നിന്ന് ഷോൾഡർ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും ബെറ്റർ ആണ്. കാരണം എല്ലാ പിന്നും അതിൽ ഷോൾഡർ ആയിട്ട് നിൽക്കണം എന്നില്ല. ശേഷം നമ്മൾ C ടൈപ്പ് പിന്നിന്റെ 2 സൈഡിലും ലെഡ് ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒന്ന് ഫിക്സ് ചെയ്ത് നിർത്തുക. ശേഷം നമ്മൾ ബോർഡ് ടിന്നർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒന്ന് വൃത്തി ക്ലീൻ ചെയ്തെടുക്കുക. ഏത് വർക്ക് കഴിഞ്ഞാലും ക്ലീൻ ആക്കി എടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. സോ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇനി കൂടുതൽ ലൈഫ് കിട്ടാൻ അല്ലെങ്കിൽ കൂടുതൽ ബെറ്റർ വേണമെങ്കിൽ നമുക്ക് കുറച്ച് യൂവിയും കൂടി ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതാകുമ്പോൾ പെട്ടെന്ന് ഡാമേജ് ആവുന്ന ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വരില്ല. അതേപോലെ തന്നെ CC ഫിക്സ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലെക്സ്, ലെഡ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ ഹീറ്റ്, എയർ, അപ്പം അങ്ങനത്തെ ഉള്ള ഡീറ്റെയിൽസ്, അതായത് ഞാൻ എത്ര ഹീറ്റാണ് എയറാണ് യൂസ് ചെയ്തത്, അതേപോലെ തന്നെ ഫ്ലെക്സ് ഏതാണ്, അതേപോലെ ലെഡ്, അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് ആവശ്യമുള്ളവർക്ക് അവിടെ നോക്കിയിട്ട് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ യൂവിയും കൂടി ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. സോ ഇതുപോലെ വൃത്തിക്ക് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ലൈഫ് നമ്മൾ CC കിട്ടും. എന്തായാലും നമുക്ക് ഈ ഒരു ബോർഡ് നമ്മളെ മദർ ബോർഡിൽ ഫിക്സ് ചെയ്തിട്ടൊന്ന് ചാർജ് കയറുന്നത് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും ഫിക്സിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി C ടൈപ്പ് ക്യാബും കൂടി കുത്തിയിട്ട് നമുക്കിത്